വിഷ്ണുലോകം നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പടമാണ്. അതിൽ നായിക നമ്മുടെ ഉർവശി ഒരു നായികയാണ്, അതുപോലെ തന്നെ ശാന്തികൃഷ്ണൻ നായികയാണ്. പക്ഷേ മോഹൻലാലിൻ്റെ നായികയായിട്ട് വരുന്നത് ശാന്തികൃഷ്ണയാണ്. ആ പടം കമൽ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു നടീനെയാണ് ഫിക്സ് ചെയ്തത്. ആരാണ്? നമ്മുടെ മേനക. അതുപോലെ തന്നെ ദൂരെ കൂടെ കൂട്ടാനൊക്കെ ഒരു കുറേ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവർ നമ്മൾ ഒരുമിച്ച്. അപ്പോൾ അങ്ങനെ നല്ലൊരു സ്റ്റാർ കാസ്റ്റിംഗ് ആയിരുന്നു. നമ്മുടെ നമ്മുടെ കമലിന് വളരെ ഇഷ്ടപ്പെട്ടൊരു നായികയാണ് മേനക. അതേപോലെ ജോഡിയായിട്ട് ഫിക്സ് ചെയ്ത് നിൽക്കുന്നത് ആ കഥാപാത്രത്തിൻ്റെ എല്ലാ കഥകളും പറഞ്ഞ് മേനയ്ക്ക് കൊടുത്തു. മേനയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിലൊരു മോഹൻലാലിൻ്റെ ഒരു ഡയലോഗുണ്ട്, ദേവി എന്ന് വിളിച്ചിട്ടൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും ടച്ചബിളായിട്ടുള്ള സീൻസുകളൊക്കെയാണ് അതങ്ങനെ ശരിക്കും മേനക അങ്ങോട്ട് മനസ്സിലിട്ട് ഡെവലപ്പ് ചെയ്ത് അതങ്ങോട്ട് കറക്റ്റായിട്ട് വെച്ചിരിക്കുന്ന സമയത്ത് സുരേഷ് കുമാർ ഭർത്താവ് പറഞ്ഞു, അതെ നീ ഈ സിനിമയിൽ അഭിനയിക്കേണ്ടതാണ്. അപ്പോൾ ചോദിച്ചു എന്തായിട്ട് അങ്ങനെ അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞത്, നല്ല കഥാപാത്രം മോഹൻലാലിൻ്റെ കൂടെ ഹിറ്റാവാനുള്ളൊരു സിനിമ എന്താ അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞു. അതിപ്പോൾ രേവതി മൂത്ത മോള് പ്രസവിച്ച് നിൽക്കുന്ന സമയമാണ്. പ്രസവിച്ച് കുറച്ചായി. അപ്പോൾ നീ ഇപ്പോൾ ഒരു 20 ദിവസം 30 ദിവസം 40 ദിവസമൊക്കെ മാറി നിന്നാൽ അത് ആ കുട്ടീനെ ഒരുപാട് ബാധിക്കും. അതുകൊണ്ട് നീ ഈ പടത്തിൽ അഭിനയിക്കേണ്ട. അപ്പോൾ മേനക പറഞ്ഞു, എനിക്ക് ഒരുപാട് വിഷമമുള്ള കാര്യമാണ് ചേട്ടാ, ആ കഥാപാത്രം നല്ല അസൽ കഥാപാത്രം, നല്ല സ്ട്രെങ്ത്തുള്ള കഥാപാത്രം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല, ഇതിനേക്കാളും നല്ല കഥാപാത്രമൊക്കെ വരും. ഇപ്പം നീ മോളുടെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കുക, മോളുടെ കാര്യമാണ് നമുക്ക് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് കുമാർ പറഞ്ഞപ്പോൾ അതിനപ്പുറം പറയാൻ പറ്റാണ്ടായി. കമലിനോട് പറഞ്ഞു ഞാൻ വരുന്നില്ല, ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് പറഞ്ഞു. കമൽ പറഞ്ഞു അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഇതിൽ പറ്റിയൊരു നായകനെ വേറെ എനിക്ക് കിട്ടാനില്ല, പലരും സജസ്റ്റ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായത്തിൽ ഈ കഥാപാത്രത്തിൽ പറ്റി യോജിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു യോജിച്ച രേവതിനെ അയക്കാൻ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു രേവതി വേണ്ട, രേവതി ശരിയാവില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കമലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അന്ന് ശാന്തികൃഷ്ണനെ കൊണ്ടുവന്നത്. പക്ഷേ മോഹൻലാലിന് ഒരിക്കലും യോജിച്ചായുള്ളൊരു ആയിരുന്നില്ല അതിൽ ശാന്തികൃഷ്ണ നമുക്കത് അത്ര അങ്ങോട്ട് ഒരു മാച്ചിങ് ആയിരുന്നില്ല പടത്തിൽ. പക്ഷേ ശാന്തികൃഷ്ണ ആ കഥാപാത്രം കിട്ടിയോടുകൂടി ശാന്തികൃഷ്ണ ആകെ ഞെട്ടിപ്പോയി. ശാന്തികൃഷ്ണൻ പറയുന്നത് ശാന്തികൃഷ്ണയ്ക്ക് എഴുതി വെച്ച പോലെയുള്ള കഥാപാത്രമാണ്, ശാന്തികൃഷ്ണനെ കണ്ടിട്ട് എഴുതിയ പോലെയുള്ള കഥാപാത്രം. മേനക പറയുന്നത് എന്നെ കണ്ട് എഴുതിയിട്ടുള്ള കഥാപാത്രമാണെന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും ഒരേപോലെ പറയുന്നത്. എന്നിട്ട് പടത്തിൻ്റെ ഷൂട്ടിംഗ് കൊടുക്കുമ്പോൾ നമ്മുടെ മേനക കിടന്ന് പറയാം, അതേ ആ പണ്ടാരത്തിന് വല്ല അസുഖം വന്ന് കിടന്നാൽ മതി പറഞ്ഞു, അപ്പോൾ എനിക്ക് വന്ന് അഭിനയിക്കാറുന്നു എന്ന്. അവസാന നിമിഷത്തിലെങ്കിലും ഈ കഥാപാത്രം മേനകരെ നെഞ്ഞത്തേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചത്. പക്ഷെ എന്ത് ചെയ്യാം, ആ കഥാപാത്രം നമ്മുടെ ഈ ശാന്തികൃഷ്ണൻ്റെ ചെയ്തു. പടം ഗംഭീര ഹിറ്റായിരുന്നു. പക്ഷേ എനിക്ക് അവരെ മാച്ചിങ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാമല്ലോ. ശാന്തികൃഷ്ണ ആ കഥാപാത്രത്തിൽ ഒന്നാമത്തെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് പ്രായം കൂടുതൽ തോന്നുക. സെറ്റ് കൊണ്ടൊക്കെ എടുത്തിട്ടാണ് അതിലൊക്കെ അഭിനയിക്കുന്നത്. വളരെ സൈലൻറ്റ് കഥാപാത്രമാണ്. അതുപോലെ തന്നെ അങ്ങനെ ഒരു ലാലേട്ടൻ മുഖത്ത് നോക്കിയിട്ട് ദേവി എന്ന് വിളിക്കുന്ന ഒരു സീനുണ്ട്. ആ സീൻ വിളി കേട്ടപ്പോൾ ശാന്തികൃഷ്ണനെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിളി കേൾക്കുമ്പോൾ ആ വിളി 1 2 3 ടേക്ക് എടുത്തപ്പോൾ ശരിക്കും ഉള്ളി കൂടെ ഒരു ദൈവം വിളിക്കുന്ന പോലെ ഒരു ഉൾവിളി പോലെ തോന്നിയെന്നാണ് പറയണത്. ആ പടം പ്രിവ്യൂ കണ്ടപ്പോൾ അതേപോലെ തോന്നിയെന്നാണ് പറയണത്. ഇപ്പോഴും അത്രയും മനോഹരമായുള്ളൊരു ഡയലോഗ് വേറെ ഒരു സിനിമയിലും പറഞ്ഞില്ല എന്നാണ് ശാന്തികൃഷ്ണൻ പറയണത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേനകയുടെ നഷ്ടം, ശാന്തികൃഷ്ണയുടെ ലാഭം. ഇത്ര പറയാനുള്ളൂ. ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ്. ചിലപ്പോൾ വിധിച്ചത് ഒരാൾക്ക് കൊതിച്ച ആൾക്കായിരിക്കില്ല, ചിലപ്പോൾ വിധിച്ചത് വേറെ ആൾക്കായിരിക്കും. അതേപോലെ തന്നെ ആ കഥാപാത്രം വഴുതിപ്പോയി. ഇപ്പോഴും മേനകയുടെ ഏറ്റവും വലിയൊരു ദുഃഖമാണ് വിഷ്ണുലോകത്തിലെ ആ കഥാപാത്രം ചെയ്യാത്തതിൽ.